ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം ഹഗായി പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യമാണ്. നിങ്ങൾ ഇന്നു തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വയ്ക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നു. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹം ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ലോകത്തിൽ കാണില്ല. എല്ലാവരും അനുഗ്രഹം ഇഷ്ടപ്പെടും. ദൈവിക കാഴ്ചപ്പാടിൽ ദൈവജനത്തിൻ്റെ അനുഗ്രഹവും ഈ ലോകത്തിൻ്റെ ജനത്തിൻ്റെ അനുഗ്രഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് പകൽക്കാലം ഒരല്പസമയം ആ മേഖലയിൽ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നോക്കണം, ഹഗായി പ്രവാചകൻ പ്രവചിക്കുവാൻ കാരണം തന്നെ ബാബേൽ പ്രവാസത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ കോരശിൻ്റെ വിളംബരപ്രകാരം യെരൂശലേമിലേക്ക് കടന്നു വന്ന് സെരുബാബേലും യോശുവയുടെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനം ആലയത്തിൻ്റെ അടിസ്ഥാനമിട്ടു. പക്ഷേ വലിയ പ്രതികൂലങ്ങൾ മുൻപിൽ വന്നപ്പോൾ നീണ്ട 16 വർഷക്കാലമായി പണി മുടങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹഗായി പ്രവചിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഹഗായി പറയുന്ന 1-2 ചിന്തകൾ ഞാൻ ജനവുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുക. നോക്കണം, ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലും സമ്പത്ത് എന്നുള്ളത് കാർഷിക വിളകൾ, അതുപോലെ സമ്പത്ത് എന്നുള്ളത് അവർക്ക് എത്ര ആടുമാടുകളുണ്ട് എന്നുള്ളത്. അപ്പം ആടുമാടുകളും കാർഷിക വിളകളും എത്രയും ഉണ്ടോ അതാണ് അവരുടെ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തി കാണുവാനിടയായിത്തീരുന്നത്. നോക്കണം, ഹഗായി പ്രവചനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ട് തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. അപ്പോൾ എല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും ആവശ്യത്തിന് ഉതകുന്നില്ല. എന്ന് വെച്ചാൽ ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത് അവന് കുളിർ മാറുവാനാണ്. പക്ഷെ വസ്ത്രം ധരിക്കുന്നുണ്ട്, കുളിർ മാറുന്നില്ല. ഭക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു തൃപ്തിക്കാണ്, പക്ഷേ തൃപ്തി കിട്ടുന്നില്ല. പാനം ചെയ്തിട്ട് തൃപ്തി വരുന്നില്ല. കൂലിക്കാരന് അവന് ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ഓട്ടസഞ്ചി എന്ന് വെച്ചാൽ അവൻ്റെ ആ പാത്രത്തിലേക്ക് ശേഖരിച്ചു വെക്കുവാൻ, എന്ന് വെച്ചാൽ അവന് ശേഖരണങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. 11ഉം 12ഉം വാക്യങ്ങളും അതുതന്നെയാണ് പറയുന്നത്. നോക്കണം, എണ്ണയും വീഞ്ഞും വിളവും ഒക്കെ ഉണ്ട്, ഇല്ലാത്തതല്ല, പക്ഷെ വറുതിയ. ഇതിൻ്റെ ഒരു കാരണമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ എല്ലാം കരത്തിലുണ്ട്. ഭൗതികമായി നോക്കിയാൽ എല്ലാം ഓക്കെയാണ്, പക്ഷേ അതൊന്നും അതിൻ്റെ ആവശ്യം എന്തിനാണ് ആ കാര്യം നമുക്കുള്ളത്, അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നില്ല. ഒരു വസ്ത്രം കൊണ്ട് കുളിർ മാറണം, സമ്പത്ത് കൊണ്ടുവന്നാൽ അത് ശേഖരണം ഉണ്ടാകണം, അല്ലെങ്കിൽ മിച്ചം വരണം. പ്രൈസ് ദി ലോർഡ്. ആഹാരവും വെള്ളവും കുടിച്ചാൽ തൃപ്തി വരണം, ഇതൊന്നുമില്ല. അപ്പം ദൈവമക്കളെ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഹഗായി പറയുകയാണ്, ഭൗതികമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിലും, നിങ്ങൾക്ക് 2 വീടുകളുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഉണ്ട് എങ്കിലും അതൊന്നും ആവശ്യത്തിനുതകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണിത വീടുണ്ട്, താമസിക്കാൻ പറ്റുന്നില്ല, താമസിച്ചാൽ സ്വസ്ഥതയില്ല. ഇതിൻ്റെ എല്ലാ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, ഹഗായി പറയുകയാണ്, ആലയത്തിൻ്റെ ശൂന്യത. ഒന്നുകൂടെ പറഞ്ഞാൽ
ആത്മീയ കാര്യങ്ങളിൽ ശൂന്യത വന്നു കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവമനുഷ്യന്റെ അനുഗ്രഹം, ദൈവജനത്തിന്റെ അനുഗ്രഹം കിടക്കുന്നത് ആത്മീയതയിൽ. അതുകൊണ്ടാണ് 23 സങ്കീർത്തനത്തിൽ പറയുന്നത്, ദാവീദ് പറയുന്നത്, ഞാൻ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്നുവെച്ചാൽ ആലയത്തിന്റെ സമൃദ്ധിയാണ് ജനത്തിന്റെ സമൃദ്ധി. ഒന്നുകൂടെ പറഞ്ഞാൽ, ആത്മീയ മേഖലയിലുള്ള സന്തോഷവും സമാധാനവും ഹല്ലേലൂയ സ്തോത്രം ഉയർച്ചയുമാണ് ഭൗതിക മേഖലയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹഗായി പറയുകയാണ് അനുസരണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ആത്മീയ മേഖല പണിതെടുത്താൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ഭൗമിക മേഖല സ്തോത്രം അത് ഹല്ലേലൂയ ഓട്ടോമാറ്റിക്കലി ശരിയായിക്കൊള്ളും. എന്ന് വെച്ചാൽ സ്തോത്ര ആത്മമേഖല പണിതെടുത്താൽ പിന്നെ വസ്ത്രം ധരിച്ചാൽ കുളിർ മാറും. പിന്നീട് കിട്ടുന്ന ശമ്പളം ശേഖരിച്ചു വെക്കുവാൻ അല്ലെങ്കിൽ മിച്ചം വരുവാനിടയായി തീരും. സ്തോത്രം. അപ്പോൾ ആത്മീയ മേഖല പണിതെടുത്തതിന് ശേഷം നിങ്ങൾ മുൻപോട്ട് ദൃഷ്ടി വെക്ക്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവിക അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ആത്മമേഖലയിൽ സ്തോത്രം അധിഷ്ഠിതമുള്ളത്. ആത്മമേഖലയിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വിധേയപ്പെടുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ ഭൗതിക മേഖല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പൂർത്തിപ്പെടുവാൻ ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ടാണ് ഹഗായി ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ഇന്ന് തൊട്ട് നിങ്ങൾ മുൻപോട്ട് ദൃഷ്ടി വെക്കുവിൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ആലയത്തിൻ്റെ ശൂന്യത, ആത്മീയ വിഷയത്തിൻ്റെ ശൂന്യത, അത് ഭൗതിക വിഷയങ്ങളുടെ ശൂന്യതയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടാകുന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൻ്റെ പണി നടക്കാതെ, ആത്മീയ വിഷയങ്ങളുടെ പണി നടക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഒരിക്കലും ഭൗതിക വിഷയങ്ങളെ സ്തോത്രം ഹല്ലേലൂയ മാത്രം ദൃഷ്ടി വെച്ച് പോയാൽ അത് പണിയപ്പെടുകയല്ല, അത് തകരപ്പെടുകയാണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൂടി വരേണ്ടത് ആത്യന്താപേക്ഷിതമാണ്. ദൈവജനമേ, ഇത് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് അനുഗ്രഹത്തിൻ്റെ പിന്നിൽ ഒരനുസരണമുണ്ട്. ഇവിടെ ഹഗായി പറയുകയാണ്, ആലയത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ വച്ച് അത് പണിയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളുടെ ഭൗതിക മേഖലയെ അനുഗ്രഹിച്ച് ശ്രേഷ്ഠതയുള്ളവരാക്കും എന്നാണ് ഹഗായി പ്രവചിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോഴും ഇതേ പദം പറയുന്നുണ്ട്. സ്തോത്രം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, നീ ഇപ്പൊ നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം മെസൊപ്പൊത്താമിയയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം നീ പുറപ്പെടണം. ഞാൻ കാണിക്കുന്ന ദേശമായ കനാനിലെത്തി ഹല്ലേലൂയ സ്തോത്രം അവിടെ നിന്നെ ഞാൻ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മെസൊപ്പൊത്താമിയയിൽ വെച്ചല്ല ഹല്ലേലൂയ സ്തോത്രം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത്, കനാനിൽ കൊണ്ടുചെന്ന്. അതുകൊണ്ട് സ്തോത്രം, നീ ദേശം വിടണം, നിന്റെ പ്രതിഭവനത്തെ വിടണം, ശാശ്വക്കാരെ വിടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാണിപ്പാനുള്ള ദേശത്തേക്ക് നീ യാത്ര പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം അനുസരിച്ചു എന്നുള്ളതാണ് അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കുവാനായി കാരണമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം, ലോത്തിന്റെ ജീവിതത്തിൽ സ്തോത്രം വലിയ ഒരു പ്രയാസമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്ന സ്ഥലമായ സോദോം ഗോമോറ നശിപ്പിക്കുവാൻ വേണ്ടി ദൂതന്മാർ വരുന്നു. എന്നാൽ ഹല്ലേലൂയ ലോത്തിനെ ഹല്ലേലൂയ ആ ദേശം വിട്ടുപോകാൻ ഇഷ്ടമില്ല. ലോത്തിനോട് ഹല്ലേലൂയ സ്തോത്രം ദൂതന്മാർ പറയുന്നു, ദേശം നീ വീടണം, ഹല്ലേലൂയ സ്തോത്രം, നീ ആ മലയിലേക്ക് ഓടിപ്പോകണം, ഹല്ലേലൂയ നീ തിരിഞ്ഞു നോക്കരുത്. പക്ഷെ നമുക്കറിയാം ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ. 2, ലോത്ത് പറഞ്ഞ സ്ഥലമായ പോകാതെ അതിൻ്റെ ഇടയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം നിൽക്കാൻ അവൻ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാൻ ലോത്ത് തയ്യാറായില്ല. ഹല്ലേലൂയ. ദൈവത്തെ ഒട്ടും അനുസരിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ലോത്തിന്റെ ഭാര്യയും തയ്യാറായില്ല. അതുകൊണ്ടുണ്ടായ ആ അനർത്ഥം
നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഈ പറഞ്ഞ ചിന്ത ഇവിടെ നിർത്തുമ്പോൾ ഞാനിങ്ങനെ പറയട്ടെ, അനുഗ്രഹത്തിൻ്റെ പിന്നിൽ ഒരനുസരണം ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്നവന് സ്തോത്രം, അത് ഹല്ലേലൂയ സ്തോത്രം, ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാകുമ്പോൾ സ്തോത്രം, അനുസരിക്കാത്ത ഒരു വ്യക്തിക്ക് സ്തോത്രം അതെപ്പോഴും ഹല്ലേലൂയയുടെ ജീവിതത്തിൽ ദോഷവും എന്നൊരു തിരിച്ചറിവ് ഈ പകൽക്കാലം നമുക്കുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹഗായി 16 വർഷക്കാലമായി ആലയം പണി മുടങ്ങിക്കിടക്കുമ്പോൾ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ആലയം പണിയിൽ ഹല്ലേലൂയ സ്തോത്രം വേണ്ട ശുഷ്കാന്തിയോ താല്പര്യവുമില്ല, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം പണിതെടുക്കുവാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം മൃഗസമ്പത്തും കൃഷി സമ്പത്തും വർദ്ധിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യുന്നു. പക്ഷേ അതൊന്നും അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുന്നില്ല, അതിൻ്റെ ആവശ്യങ്ങളിലെത്തുന്നില്ല. അതിൻ്റെ കാരണമെന്നുള്ളത് നിങ്ങൾ ആലയം പണിയിൽ ഹല്ലേലൂയ സ്തോത്രം ഇപ്പോൾ തൽപരരല്ല എന്നുള്ളതാണ്. എന്നാൽ സ്തോത്രം, നിങ്ങൾ ആലയം പണിയിൽ തൽപരരുള്ളവരാകുന്നു എങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ അധ്വാന ഫലത്തെയും ഹല്ലേലൂയ സ്തോത്രം ദൈവം വർദ്ധിപ്പിച്ച് ഹല്ലേലൂയ അതിനൊരു പൂർത്തീകരണവും തൃപ്തിയും ശേഷിപ്പും ദൈവം തരുമെന്ന് പറയുന്നു. സ്തോത്രം. ഹഗായി അത് പറയുമ്പോൾ ജനം അനുസരിക്കുന്നു, സെരുബ്ബാബേൽ അനുസരിക്കുന്നു, യോശുവ അനുസരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനത്തിനത് വിടുതലാകുന്നു, ആലയം പണി നടക്കുന്നു. ഇന്ന് പകൽക്കാലം ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ പിന്നിൽ കുറുക്കു വഴിയല്ല ഉള്ളത്, പകരം അനുസരണമാണ്. കർത്താവിനെ അനുസരിക്കാം, കർത്താവിന്റെ വചനത്തെ അനുസരിക്കാം. ആത്മീയ കാര്യങ്ങളിൽ മുൻതൂക്കമുള്ളവരായി, ആത്മീയ ജീവിതം പണിതെടുക്കുന്നവരായി, വലിയ കാഴ്ചപ്പാടുള്ളവരായി മുന്നോട്ട് പോകുവാൻ യുവജനം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നു, ഇന്നു മുതൽ ആ ഇന്നേ എന്നുള്ളത് ആത്മീയ വിഷയങ്ങളിൽ തൽപരരാകുന്ന, ആത്മീയ കാര്യങ്ങളുടെ ഉദാസീനത മാറ്റുന്ന, ആത്മീയ കാര്യങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് കാലെടുത്തു വെക്കുന്ന ഒരു ക്രമീകരണത്തെ എന്ന് ഹഗായി ആലയ പണിയോടുള്ള ബന്ധത്തിൽ ബോധവൽക്കരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരായി, ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പണിതെടുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മീയത ഹല്ലേലൂയ തകർന്നു കിടന്നാൽ ഭൗതിക മേഖലയും തകരും എന്നുള്ള ഹല്ലേലൂയ അറിയിപ്പ്, ഒരു മുന്നറിയിപ്പ് ഹല്ലേലൂയ ഞങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ ഭൗതിക മേഖല മാത്രം നോക്കി പോകുന്നവരായിട്ടല്ല, ആത്മീയ മേഖലയിൽ ശ്രദ്ധ പതിപ്പിച്ചു പോകുവാൻ ഈ വചനചിന്തകൾ ജനത്തിന് സഹായമാകണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും അങ്ങയ്ക്ക് ഞങ്ങൾക്ക് ജീവചക സുവേശ്വര തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.